ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ നിർണായക വഴിത്തിരിവ്. 2025 സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ഗൂഢാലോചന നടന്നതായി SIT കണ്ടെത്തി. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടെ 9 പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനാണ് ശുപാർശ. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, എന്തായാലും വലിയൊരു വഴിത്തിരിവാണ് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ വരുന്നത്. ഗൂഢാലോചന നടന്നതായാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. 9 പേരെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരൊക്കെയാണ് ഈ ഒരു ശുപാർശ വന്നിട്ടുള്ളത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, 2025 നടന്ന സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ഗൂഢാലോചന നടന്നതായിട്ടാണ് ഇത്തരത്തിൽ SIT അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ചട്ടങ്ങൾ മറികടന്ന സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് SIT റിപ്പോർട്ട് വന്നിട്ടുള്ളത്. 2019 വീഴ്ചകളും ക്രമക്കേടുകളും മറച്ചുവെക്കാനായിരുന്നു ഈ നീക്കമെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. 6 വർഷത്തിനിടെ ശ്രമത്തിന്റെ നിറം മങ്ങിയിട്ടും വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ അന്നത്തെ ദേവസ്വം ബോർഡ് തയ്യാറായില്ലെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ മറ്റൊരു ഇടത് സംഘടന കൂടി അല്ലെങ്കിൽ ഇടത് ഭരണസമിതി കൂടി ഇത്തരത്തിൽ പ്രതിക്കൂട്ടിലേക്ക് ആകുകയാണ്. ഇത്തരത്തിൽ 9 പ്രതികളെയാണ് പേരും കൂടിയാണ് ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘം പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ PS പ്രശാന്ത്, ബോർഡ് അംഗങ്ങളായ അജികുമാർ, സന്തോഷ് കുമാർ, തന്ത്രി കണ്ഠരര് രാജീവര്, തിരുവാഭരണം കമ്മീഷണർ രാജ്ലാൽ, സെക്രട്ടറി ബിന്ദു, ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരാകും ഇത്തരത്തിൽ പുതുതായി ചേർക്കപ്പെടുന്ന പട്ടികയിൽ ഉണ്ടാവുക. ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണയാണ്.